സുധിച്ചേട്ടന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് രേണു പലരുടെയും കൂടെ പല രീതിയിലും പോകുന്നുണ്ട്. ദുബായിൽ പോകുന്നത് പോലും അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. സുധിച്ചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ മറന്നു പോയവരായിരിക്കും, ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർക്കുന്നത്. ചേട്ടൻ പോയതിന്റെ എന്നൊക്കെ ദിവസം ഓർമ്മയില്ല. അപ്പൊ ആള് തിരിഞ്ഞു വന്നിട്ട് എന്റെ നെറ്റിൽ ഒരുമ്പ് വന്നിട്ട് പറഞ്ഞു, രേണുവിന്റെ UK-കാരൻ കാമുവിന്റെ ഭാര്യ രംഗത്ത്. എനിക്ക് UK-കാരനും ഇല്ല, കാമുവിനും ഇല്ല, ഭാര്യ രംഗത്ത് വരുന്നില്ല. തെച്ച് രേണു സുധി അതിഗംഭീരമായിട്ട് രേണു സുധിയുടെ കാമുകൻ തേച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ചേച്ചി ഇട്ടിട്ടുള്ള റീൽസിനകത്ത് തട്ടമിട്ട് ചെയ്തിട്ടുള്ള റീൽസിന്റെ താഴെ രേണു സുധിയുടെ ആരാധകർ വന്നിട്ട് ചേച്ചി എപ്പോഴാണ് ചേട്ടനെ കാണിക്കുന്നത്, ചേച്ചിയുടെ വിവാഹം എപ്പോഴാണ്, മുസ്ലിം യുവാവിനെ എപ്പോഴാണ് കൊണ്ടുവരുന്നത്, മുസ്ലിമിലേക്ക് കൺവേർട്ട് ആകുകയാണ്, ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നല്ല വ്യക്തമായിട്ട് ചേച്ചി തന്ന് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. ഉടനെ ഉണ്ടായിരിക്കും കേട്ടോ. നല്ല സന്തോഷത്തോട് കൂടിയിട്ട കമന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം 2 ആഴ്ചയ്ക്ക് ശേഷം ആ ചേച്ചി അതിഗംഭീരമായിട്ട് യുവാവ് ഊമ്പിച്ചെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വന്നിരുന്നൊരു മെയിൻ സ്ട്രീമിനകത്തൊരു ഇന്റർവ്യൂ കൊടുക്കാനും അതിനകത്ത് ഇതുപോലുള്ളൊരു കാര്യങ്ങൾ പറയാനൊന്നും ചേച്ചിക്ക് ഇൻട്രസ്റ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം ചേച്ചി, നല്ല രീതിയിൽ പോട്ടെ. ഊക്കം നമുക്ക് അവിടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും, തേപ്പ് അവിടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും. ചേച്ചി മുന്നോട്ട് പോവുക, ഒറ്റ കാര്യമുള്ളൂ, കൊല്ലം സുധി. കാരണം കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചേച്ചിയുടെ പേരിന്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചേച്ചി ഇല്ല, ചേച്ചി നശിച്ച് നാറാണക്കല്ലായി. വേറൊരു കോണ്ടന്റ് ഇല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു കോണ്ടന്റ് ഇല്ല. അപ്പം നമ്മളുടെ വിജയം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഇമ്മാതിരി പരിപാടികളുണ്ട്. അത് തന്നെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി വിട്ടുപിടിക്കല്, കണ്ടന്റും വിടല്, രേണു സുധി എന്ന് പറഞ്ഞ സുധിയുടെ പേരും വിടല്, ആ സുധില എന്ന് പറഞ്ഞ വീടും വിടല്, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് ബാക്കി വെച്ച് റീൽസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. അതായിരിക്കും നിങ്ങളുടെ മെയിൻ പരിപാടി. അപ്പം കുറച്ച് ദിവസങ്ങളെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട്, വേറെ കാര്യമൊന്നുമില്ല, ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ടും എൻ്റെ കുത്തിക്കഴപ്പ് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ വീഡിയോ ഒന്നും കാണാത്തത്. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ വീഡിയോ കൃത്യമായിട്ട് കാണുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളും വ്യക്തമായിട്ടൊന്ന് എന്തുകൂടാ പോയത്, എലിവാണോ? അയ്യോ. അപ്പം വീഡിയോ കൃത്യമായിട്ട് കാണാനായിട്ട് നിങ്ങളും കൂടെ ഒന്ന് ആഗ്രഹിച്ചോണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവൂ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു വ്യക്തമായിട്ട് ഇന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കൊണ്ട് ഹൈപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചേച്ചിക്ക് പരാതി കൊടുത്തൂടെ? എന്തിനാണ് അങ്ങനെ പരാതി കൊടുത്തത്? പരാതി കൊടുത്തിട്ട് എന്താ പ്രയോജനം? എന്റെ ദേഹത്ത്, ഞാൻ പണ്ട് പറയുന്ന പോലെ എന്റെ ദേഹത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വേദനയുണ്ട്. ഇവരിവിടെ പോയി ചിലക്കട്ടെ, അവർക്ക് ഉപജീവന മാർഗം അതായിരിക്കും. എന്നെ 2 തെറി പറയുക, 2-3 നല്ല റീച്ച് കിട്ടുക, അതായിരിക്കും അവരുടെ ഉപജീവന മാർഗം. ചെറുതായിട്ടൊക്കെ അങ്ങ് തള്ളിവിട്. വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല, അത് കേസ് കൊടുക്കുന്നില്ല. ഇനി ദേഹത്ത് വന്ന് മുട്ടിയാലേ ഞാൻ തിരിയത്തുള്ളൂ, തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ മറിയത്തില്ല എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. കത്തിയൊന്നും നമുക്കറിയാം. നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ കുറെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോകൾ 100 എണ്ണം ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ 3-4 എണ്ണം രേണു സുധി ഇങ്ങനെ അടിച്ച് കയറ്റി വിടും. അപ്പോഴത്തേക്ക് രേണു സുധി അതൊക്കെ കാണുമ്പോഴത്തെ അയ്യോ, ഞാനായിട്ട് ഡൗൺ ആയാലും അവരെ എന്നെ പ്രൊമോട്ട് ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. അതായത് നെഗറ്റീവ് പ്രൊമോഷൻ. അതായത് ഈ ചെയ്യുന്നവരെല്ലാം രേണു സുധിയുടെ കുറ്റങ്ങൾ മാത്രം. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുമൊന്നുമല്ല, കുറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ അത് പറയുന്നത്. കാരണം നമ്മൾ നല്ലതും പറയുന്ന ആൾക്കാരും കൂടാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ആണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് ഇതുപോലുള്ള കുറ്റങ്ങൾ വേണം, സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണം. അല്ലാതെ ആൾക്കാർ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾ കുറയും, ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാൾ കുറയും. അതുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെന്ന് വ്യക്തമായിട്ട് കാണുന്നവർക്കും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ കൂടുതൽ ആഡംബരം ഒന്നും കാണിച്ച് മാലയൊന്നും ഇട്ട് തൂക്കിക്കളയല്ലേ, അത്രേ ഉള്ളൂ. അപ്പായ്ക്ക് അമ്മയ്ക്ക് സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, ഞങ്ങൾ കണ്ടതാ. വിധവകളുടെ നേതാവായിട്ടും പ്രതിനിധിയായിട്ടൊക്കെ ബിഗ് ബോസിലേക്ക് വന്നൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം അടുത്ത കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ബിൽഡപ്പ് ഇട്ട് കല്യാണം കഴിക്കുന്നേ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറയുന്നതിന് ഒരു ഇതുമില്ല. അങ്ങനൊന്നും പറഞ്ഞുകൂടാ. കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 അവിടെയൊക്കെ വെച്ച് നിർത്തില്ലെങ്കിൽ ഭയങ്കര നാണക്കേടായിരിക്കും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടാം, അതൊന്നും നമ്മളാരും ചോദിക്കത്തില്ല, നമുക്ക് അതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് പോകുമ്പോഴത്തേന് ആ കൂടങ്ങ് വിട്ടിട്ട് പോകണം. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ആ കൂട്ടിനകത്തിരുന്ന കരിയിലേയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെ കരിയിലെ പൊക്കിക്കൊണ്ട് പോകുമ്പോഴത്തേന് താഴെ നിൽക്കുന്നവർ പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്ലൊക്കെ എടുത്ത് മേളിലോട്ട് എറിയും. അത്രേ ഉള്ളൂ. അത് അവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്തടുത്ത് പോവാം. അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് അടുത്തടുത്ത് പോവാം. അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച് അടുത്തടുത്ത് പോവാം. അങ്ങനെ ആടി ഓടി 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 എല്ലാ മരത്തിലും പോവാം. നമുക്ക് എന്തോ ചിറകുണ്ടെങ്കിൽ പറക്കാം, ചിറകില്ലെങ്കിൽ എവിടെയെങ്കിലും കുത്തിയിരിക്കാം. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ വലിയ ആഡംബരം ഇടാതെ പറ. അടുത്തത് അതുപോലെ വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ട് കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് മറ്റുള്ള? പിന്നെ ഒരു സാധാരണ അമ്മ
അമ്മയും മക്കളുമാണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവും ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മളൊക്കെ എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കം പോലും ഇല്ല. പിന്നെ എവിടെ പണക്കം? വല്ലപ്പോഴും വിളിച്ചാലല്ലേ സൗന്ദര്യ പണക്കം ഉണ്ടാവത്തുള്ളൂ. വിളിക്കായിരുന്നു ഞങ്ങൾ സൗന്ദര്യ പണക്കം ഉണ്ടാവും. അടുത്ത് നോക്കാം. ഓക്കെ, റെഡി. ചേച്ചി ഇപ്പം ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് കിടലും ഡാൻസ് കളിച്ചിട്ട് ഇപ്പൊ എത്തിയേക്ക. ചേച്ചി നേരത്തെ തൊട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? കുഞ്ഞിലെ തൊട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്. അത് ശരിയാ. കാരണം ഒരുപാട് സ്ഥലത്ത് ചേച്ചി ഡാൻസ് കളിക്കുന്നുണ്ട്. ചേച്ചി കുഞ്ഞിലേ മുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇനി. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധിയുടെ ഡാൻസ് കണ്ടു തുടങ്ങിയിടം തൊട്ട് ഈ ഡാൻസ് വരെ ഒറ്റ സ്റ്റെപ്പ്, അതായത് ആ ഒറ്റ എക്സ്പ്രഷൻ, ഒറ്റ ഡാൻസ്, ഈ സാധനങ്ങൾ കൊണ്ട് മാത്രം പഠിക്കുന്നത്. ഈ കുഞ്ഞിലേ മുതൽ പഠിക്കുന്ന ഒരേ ഡാൻസ് കൊണ്ടായിരിക്കും ഇത്രയും നാൾ നിലനിൽക്കുന്നത്. മനസ്സിലായി, കുഞ്ഞിലേ പഠിച്ചത് വരും. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ. ചിലപ്പോൾ മുദ്രകളുടെ ഏതെങ്കിലും മാറ്റങ്ങളൊക്കെ, ചിലപ്പോൾ ഈ മുദ്ര വരാം, ചിലപ്പോൾ ഈ മുദ്ര വരെ, ഏത് വേണമെങ്കിലും വരാം. പക്ഷെ അല്ലാത്ത സംബന്ധിച്ച് യാതൊരു കുഴപ്പം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്തത്, പപ്പായ്ക്കും അമ്മയ്ക്കും സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു കണ്ണ് തപ്പല്ലേ, കണ്ണീര് വരത്തില്ല പ്ലീസ്. എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. പക്ഷെ എത്ര വിഷമിച്ചിട്ട് അങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞിട്ടും, അത്ര പ്രാരാദൂരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടും, വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞിട്ടും ആ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നില്ല. പഠിക്കേണ്ടിയിരിക്കുന്നു, അഭിനയം പഠിക്കേണ്ടിയിരിക്കുന്നു, വേറെ ഒന്നുമല്ല കേട്ടോ, അഭിനയം നല്ല രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടാൻ കാരണം ഇപ്പൊ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് രേണു സുധി വരുന്നത്. അല്ല, അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാന് നെഗറ്റീവ് കമന്റ്സ് നോക്കി ഞാൻ റിപ്ലൈ എന്റെ 2 പിള്ളേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാൻ ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഒരു നെഗറ്റീവ് കമന്റ്സും നോക്കണ്ട. കാരണം ഇവര് ഓരോ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോഴും ഞാൻ അത് ചവിട്ടി കയറുന്നതല്ലാതെ ഞാൻ താഴെ കിടക്കുന്നില്ല. ഓരോ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം, ഓരോ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൽബം ആണേലും ഇനോഗ്രേഷൻ ആണെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇനോഗ്രേഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അനുഗ്രഹം എനിക്കുണ്ടാവും. നല്ലതാ ചേച്ചി വളരണം, നല്ല രീതിയിൽ വളരണം. ചേച്ചി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നാട് മൊത്തം ഓടി നടക്കുന്നു എന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ കമന്റ് ഇടുന്ന ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും ചിലപ്പോൾ ഒരു വീട്ടിലോ വണ്ടിയിലോ നാട്ടിലോ ഇരുന്നായിരിക്കും ഇത്രയും രൂപ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് നല്ലതാ, ചേച്ചി ഓടി നടന്നുണ്ടാക്കണം, അത്രേ ഉള്ളൂ. ചേച്ചി ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ഇതുപോലെ ആൾക്കാർ വളർന്നു പോകുന്നതായിരിക്കും. നല്ല കാര്യമല്ലേ. കാരണം സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷമാണ് രേണു സുധിക്ക് ഇത്രയും റീച്ച് വന്നതും കാര്യങ്ങളൊന്നും പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് രേണു റീൽസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം വൈറലാകുന്നു. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇനാഗ്രേഷനും മറ്റു സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് അറ്റവും മൂലയില്ലാത്ത തുണി ഇട്ടുകൊണ്ട് വരുന്നത്. ഇന്ന് വരെ ഞാൻ അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ട്. ഇന്ന് വരെ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്നത് കാണിച്ചു തരട്ടേന്നേ, അറ്റവും നൂലും ഇല്ലാത്ത. വേണ്ട, ഞാൻ ഇനിയും വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചേച്ചി അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ ഇട്ട് കാണിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ രേണു സുധി എന്ന് പറയുന്നൊരു പേര്, ആ പേരിന്റെ ബാക്കി വന്നതുകൊണ്ടാണ് ഈ റീച്ചിലേക്ക് എത്തിയെന്നുള്ളത് സത്യസന്ധമായ കാര്യം. പഴയ പേര് രേഷ്മ പി തങ്കച്ചൻ ആയിരുന്നല്ലോ. ആ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാരും നോക്കിയത് മൈൻഡ് ചെയ്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൊള്ളാം, സുധിയുടെ ബ്രാൻഡിലാണ് നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരമാർത്ഥമായ കാര്യം, അതങ്ങ് അംഗീകരിച്ച് കൊടുക്കണം. കാരണം സത്യസന്ധമായ കാര്യം അംഗീകരിക്കുക. കാരണം ഭർത്താവല്ലേ, സിനിമ പറയുന്നത് കൊന്നെന്ന് പറയും, സ്വന്തം അച്ഛനല്ലേ, അങ്ങനെയൊക്കെ പറയണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇത്രയും വലിയ അംഗീകാരം, ഇത്രയും വലിയ സ്നേഹമുള്ള ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടന്റെ മരണത്തിന്റെ ഡേറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ 6-7 വർഷം എന്നൊക്കെ നീട്ടി പറഞ്ഞ ചേച്ചിയാണ്. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടേ. സുധിച്ചേട്ടൻ മരിച്ച വർഷം പോലെ രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ നമ്മൾ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്. നമ്മുടെ ദുരിതം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാതെ അതിനുള്ള അയ്യോ വിശാല മനസ്കരായ രാമനുണ്ണി ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി കിടന്ന് ഉരുളണം.
ഇനി ഉരുളും വരച്ചിട്ട് വെള്ളവും കൂടെ ദേഹത്ത് തളിച്ചിട്ടങ്ങ് ഉരുളണം. എന്നാൽ കുറച്ച് മണ്ണെങ്കിലും പറ്റുമല്ലോ. കാണുന്നവരങ്ങ് വിശ്വസിച്ചോട്ടെ കഷ്ടപ്പെട്ട് ഉരുണ്ടതാണെന്നുള്ളത്. എടുത്തോണ്ട് പോയച്ച എഴുന്നേറ്റ്. വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ ഞങ്ങളെല്ലാം അങ്ങ് വിശ്വസിച്ച് പോരെ. നിങ്ങൾ വിശ്വസിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ച്. ദുരന്തമാണ്, പക്ഷെ ഓർത്തില്ല. അത്രയല്ലേ ഉള്ളു. ഓർത്തില്ല, ഓർക്കുന്നില്ല. നമ്മൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു ദുരന്ത വർഷങ്ങളും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം ദുരന്തമല്ലേ, എന്തിനാണ് ഓർത്തിരിക്കുന്നത് അല്ലേ? ചേച്ചിയുടെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. ആ നാക്കില്ലായിരുന്നുണ്ടല്ലോ, എന്തോ ചെയ്യാനായിരുന്നു, സംസാരിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. വേറെന്തോ ചെയ്യാന്. അല്ല, നാക്ക് കൊണ്ട് പെണ്ണുങ്ങൾക്ക് അടുത്ത് നോക്കാൻ പറ്റും. ആണുങ്ങളാണെങ്കിൽ എല്ലാം പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ ഇന്ന് മരിച്ചു. ആ തലേന്ന് എന്നെ ലാസ്റ്റ് നോക്കിയ ആ നോട്ടം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ 3 വർഷമാകുന്നു. 3 വർഷമാകുന്നു. ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പോയി അലമാരിയുടെ അവിടെ നിന്നിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ രാവിലെ കണ്ണ് തെളിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഒരുങ്ങി നിൽക്കുക. പോകാം ലാസ്റ്റ് പ്രോഗ്രാമിന് പോയപ്പോൾ ക്രോസ് ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഇങ്ങനെ കുറെ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ നോട്ടം പതിവില്ല. ആള് പോവാന്ന് പറഞ്ഞ് പോവാ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ നേരത്തെ അപ്പം പറഞ്ഞു പോകട്ടെ, സമയം ഇത്ര ലേറ്റായി, നീ നോക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 7 മണി കണ്ടായപ്പോൾ. അപ്പൊ ആളെ നോക്കിയപ്പോഴത്തേനും ആളെന്നെ പിന്നെ ഈ മരണം നടന്ന സമയം അതിന്റെ തലേ ദിവസത്തെ കാര്യമൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വഴക്കിട്ട് അവിടെ ഇറങ്ങിയിട്ട് നിപ്പി ആളെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചതാണെന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഇപ്പൊ പറയുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് പറയുമ്പോൾ ഒരു അത്യാവശ്യം സെന്റിമെന്റിലൊക്കെ അടിച്ചു വിടുമ്പോഴത്തേന് ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ, ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവരൊക്കെ ചിലപ്പം സെന്റിമെന്റലി അറ്റാച്ച്ഡ് ആയിട്ടങ്ങ് വീണേക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അറിയാവുന്നവർക്കും അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പലരും പറഞ്ഞത് എന്തൊക്കെയാണെന്നൊക്കെ കേൾക്കുന്നവർക്ക് ഒരു 2 അഭിപ്രായം ഇതിനകത്ത് വന്നേക്കാം. അതുകൊണ്ട് ഈ മെഴുകൽ എനിക്ക് വലുതായിട്ട് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് പുതിയ ഏതെങ്കിലും ഐറ്റത്തിലോട്ട് പോവാം. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി എടുത്തിട്ട് പർദ്ദ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം. സാരി എടുത്തിട്ട് വയറ് കാണിക്കും. സാരി കൊടുത്തിട്ടൊന്നും പർദ്ദ ഇടല്ലോ. എന്തൊരു ചൂടാ. ഒന്നാമത് ദാണ്ട നോക്കിരുന്ന് വിയർക്കും. എന്നോട് സാരി കൊടുത്തതിനെ പുറത്തിട്ട് പർദ്ദ ഇട്ട് അത് കുറച്ച് കോൺക്രീറ്റ് കൊണ്ട് ഇട്ടങ്ങ് അവസാനിപ്പിക്കുക, അതാ നല്ലത്. കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റിപ്പോ നടക്കുന്ന കാര്യമില്ല. എന്റെ കംഫർട്ടബിൾ ആണ് ഞാൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുണ്ടും ബ്ലൗസും കൊണ്ടിരുന്നു അവർ വയറ് കാണത്തില്ലേ? അവർക്ക് സാരി കുറച്ചും കൂടെ അങ്ങ് ബാക്കിലോട്ട് പോ. മറക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയി അതും കൂടെ പറയായിരിക്കും. എന്റെ പൊന്നു പെണ്ണെ, ഇതുപോലുള്ള ചന്തയില്ലായ്മ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ പോയി ആൻസർ പറയേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത് സ്കിപ്പ് അടിച്ചിട്ടൊന്ന് മര്യാദയ്ക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം വിവാദങ്ങളും കുറച്ചധികം നെഗറ്റിവിറ്റികളും കുറച്ചധികം നെഗറ്റീവ് സാധനങ്ങളും നിങ്ങളുടെ കൈവിട്ട് മാറുന്നതായിരിക്കും. പക്ഷെ പറ്റത്തില്ല, അതുള്ള കാര്യമാണല്ലോ. രേണുസുതി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, രേണുസുതി എന്ന് പറഞ്ഞാൽ വിവാദം, രേണുസുതി എന്ന് പറഞ്ഞാൽ ഭയങ്കരി, ഇത്രയേ ഉള്ളൂ. അത് രേണുസുതി ഉണ്ടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ലേബലാണ്. ആ ലേബലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ രേണുസുതി ഫീൽഡ് ഔട്ട് ആയെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് എഴുതുള്ളൂ. അടുത്തത് ഭയങ്കര തിരക്കാണ്. ഓരോ ദിവസവും ഒരുപാട് പ്രോഗ്രാംസ്, ഇനാഗ്രേഷൻസ്. ഈ ഒരു നിമിഷം ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊന്നും അല്ലാതിരുന്ന സമയത്ത്, ഞാൻ ഒന്നുമല്ല, ഇപ്പോഴും ഞാനൊന്നും അല്ലെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ എന്നെ പോലെ ഒരാള് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്താ പറയാ ഒരു ലൈഫാണ് അവർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ ഒരു 10 എനിക്കൊന്ന് 10-12 സ്ഥാപനമെങ്കിലും ഞാനിപ്പം ഒരു 2-3-4-5 മാസം കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതൊക്കെ സത്യമായിട്ടും അതൊക്കെ വളരെ നല്ല കാര്യം. രേണുസുതിയുടെ ഈ വളർച്ചയിൽ നമുക്ക് എല്ലാവർക്കും 1 മിനിറ്റ് ഒരു മൗനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമുക്ക് ഇനി 12 അല്ല 22 ആവട്ടെ, 32 ആവട്ടെ, 42 ആവട്ടെ, അങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയും അതിനൊത്ത വരുമാനവും അതിനൊത്ത ആരോഗ്യങ്ങളും കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിച്ചിരിക്കുന്നു. അടുത്തത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് രേണുസുതിയുടെ വിവാദവും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വിവാദമാണ്. അതുകൊണ്ട് ചോദിക്കണം, ചേച്ചി ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല, അതിന്റെ ഗ്രേവി മാത്രം. കരളില്ലേ, കരളെ ബീഫ് ഇവരെയൊക്കെ ഉണ്ടല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നതിനെ ആദ്യം ആ ക്യാമറയുടെ ജിമ്പൽ മേടിച്ചിട്ട് തലമണ്ടക്ക് അടിക്കണം. അതിനുശേഷം ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഈ പെണ്ണ് പോയി ഉത്തരം പറയാനായിട്ട് നിന്നു കൊടുക്കാവൂ, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പം ഒരു യൂട്യൂബിൽ ഒരാൾ റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്, രേണുവിന്റെ UK-കാരൻ കാമുവിന്റെ ഭാര്യ രംഗത്ത്. എനിക്ക് UK-കാരനും ഇല്ല, കാമുവിനും ഇല്ല, ഭാര്യ രംഗത്ത് വരുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയില്ല. അപ്പൊ ഈ പറയുന്നവർക്ക് UK-കാരൻ, എനിക്ക് അങ്ങനെ ഒരു UK-യിലാണെന്ന് ആര് പറഞ്ഞു? കാമുകൻ, എനിക്ക് കാമുകനുണ്ടെന്ന് ഞാൻ കൺഫേം പറഞ്ഞു. ഈ പെണ്ണ് എന്തോ കള്ളത്തിലാ പറയുന്നത്. കാമുകനുണ്ടെന്നും കല്യാണം ഉണ്ടെന്നും, അതായത് കാമുകനെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ താഴെ വന്ന് പല ഇത് പറയുന്നു. നീ അത്ര മര്യാദയുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ നീ ഒരു വിധവയാണല്ലോ. നീ ഒരു കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു സുധിയുടെ ബ്രാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ. ആളുടെ പേരിന്റെ ബാക്കിലുണ്ടല്ലോ. എന്നാ പിന്നെ അതുപോലെ
അപ്പൊ പറയേണ്ട കാര്യം എന്തുവായിരുന്നു? എന്തുണ്ടായിരുന്നു? അപ്പൊ അന്നേരം അങ്ങനെ പറഞ്ഞിട്ട് ഇന്നേരം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കാണുന്ന ജനങ്ങൾ എന്തോ വിചാരിക്കേണ്ടത്? ചുമ്മാ ആവശ്യമില്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാമുകനുമില്ല, UK കാമുകന്റെ ഭാര്യയും രംഗത്ത് വന്നിട്ടില്ല, ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല. ചേച്ചി തേച്ച് കേട്ടോ, മിക്കവാറും മറ്റല്ല അവൻ തേച്ച് അവന്റെ ഭാര്യ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. നാശം പിടിക്കാനായിട്ട് ഒരു ഒറ്റ കാര്യമുള്ളു, ആന കൊടുത്താല് ആശ കൊടുക്കല്ലേ. ചേച്ചി എന്തൊക്കെയോ സ്വപ്നം കണ്ട് തട്ടത്തിന്മേല് തട്ടമൊക്കെ ഇട്ടിട്ട് മറ്റേ തട്ടത്തിമറയത്തെ പെണ്ണ് റിംഗ് ട്യൂണും ആക്കിയിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് റീൽസ് വിട്ട് ഉറക്കത്തിലും ആലോചിച്ച് കിടപ്പത്തിലും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനെ നീ ഒറ്റ അടിക്ക് തേച്ചപ്പെടുത്താനുണ്ടല്ലോ, ആ തട്ട വിട്ടത് എന്തിനായി എന്ന് പറയാൻ ഇതായിപ്പോയി. രേണു സുധിയുള്ള പേര് തന്നെ മാറ്റി രണ ഫാത്തിമ എന്ന, അത് വലിയ പെങ്കൊച്ചല്ലേ, എന്നാ രണ എന്നിടാനായിട്ടിരുന്നയാ. നിന്നെ കൊണ്ടല്ലോടാ, നിന്നെ ജാസി കടിക്കും, നോക്കും, നിന്നെ ജാസി കടിക്കത്തുള്ളൂ നിന്റെ ഈ സ്വഭാവത്തിന്. അടുത്ത് നോക്കാം നമുക്ക്. തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ്. ഈ മറന്നു പോയവരായിരിക്കും, ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർക്കുന്നത്. ചേട്ടൻ പോയതിന്റെ അന്നത്തെ ദിവസം പറയുന്നത്. അപ്പൊ ആള് തിരിഞ്ഞു വന്നിട്ട് എന്നെ നെറ്റി, ചേട്ടൻ പോയ ദിവസം മറന്നു പോയവരോടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ചേട്ടൻ പോയ ദിവസം മറന്നു പോയവരെന്ന് പറയാനായിട്ട് ഞങ്ങൾ കണ്ട മറന്നു പോയവരെന്നോ? നമ്മൾ വല്ലതും കണ്ടോ? നമ്മൾ കണ്ടാണ് നമ്മൾ ഇതിനെല്ലാം അഭിപ്രായം പറയത്തില്ലായിരുന്നോ? മറന്നുപോയവരോട് പറയുമെന്നോ? അയ്യോ എല്ലാം കൊണ്ടുവന്നേ ഇതിങ്ങനെ കറക്കി അടിച്ച് കാണുന്നവരുടെ തലയിലോട്ടും കേൾക്കുന്നവരുടെ തലയിലോട്ട് കൊണ്ടിടുക എന്നുള്ളത് രേണു സുധിയുടെ ഒരു വന്നിട്ട് പറഞ്ഞു, ബാബുട്ടെ പപ്പ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പപ്പ കിടക്ക് ഓപ്പറേഷൻ ചെയ്ത്, നീ എനിക്ക് കുരിശ് വരച്ചു തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തിട്ടാണ് ആളെ പോയത്. അപ്പം അന്ന് തൊട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും ആളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ശ്വാസിൽ വെച്ചാണ് സുധിച്ചേട്ടനെ മോനെ കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ട് 2017 ഇനിയും പുതിയൊരു വർഷം പറഞ്ഞിട്ട് തെറ്റിക്കണ്ട. കാരണം ജീവിതത്തിൽ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാറില്ലല്ലോ. അതുകൊണ്ട് രേണുവിന് ഇത് ഓർമ്മയില്ല. അപ്പൊ ഇത് ദുരന്തമായിട്ടാണോ രേണു ഉദ്ദേശിക്കുന്നത്? 16 ദുരന്തം നടന്നത് ഓർക്കാറില്ലല്ലോ എന്നാണല്ലോ രേണു സുധി പറഞ്ഞത്. അവിടെ പുള്ളിക്കാരി ഓർക്കുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം, അത്രേ ഉള്ളു. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ആ സമയത്ത് അന്ന് തൊട്ട് ആളും കിച്ചും ഏത് ഷർട്ടായിട്ടെന്നും ശ്വാസിൽ ഞാൻ താഴെ വന്നപ്പോഴത്തേന് ശ്വാസ് നമ്മുടെ എറണാകുളം, ഞാൻ ആ ലിഫ്റ്റിന്റെ അവിടെ താഴെ വന്നപ്പോൾ ആള് വന്ന അന്ന് കണ്ടിട്ട് അന്ന് കണ്ട ആ മുഖവും ലാസ്റ്റ് പോകുന്നിടത്ത് ആ മുഖം അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയാണ്. അത് നല്ലതാ, അതൊക്കെ ഓർമ്മയിരിക്കണം. പിന്നെ ഒരു ഭാര്യ എന്ന് പറയുമ്പോഴും ഭർത്താവ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയായിട്ടിരിക്കണം. അതിപ്പോ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക് മുന്നിലേക്ക്? ഇത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, ഇതിന്റെ പച്ചയ സത്യം ഇതാണ്, ഞാനിത് കീറി മുറിച്ച് കാണിക്കാന്ന് എന്തൊന്നും കാണിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ രേണുവിനെ സംബന്ധിച്ച് നിലനിൽപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. എന്നാൽ മാത്രം ഈ പറയുന്ന 12 ഉദ്ഘാടനത്തിൽ നിന്ന് 22 ഉദ്ഘാടനത്തിലേക്ക് രേണു സുധിക്ക് എത്തിച്ചേരാണ്ട് കഴിയൂ. അതിന് ഈ രേണുവിന്റെ കൂടെ സുധി എന്ന് പറയുന്നൊരു പേരും വ്യക്തമായിട്ട് വേണം. ആ ഒരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം. എന്തായാലും പോസിറ്റീവ് സ്റ്റാൻഡിലൂടെ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ഈ പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. സോ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നെഗറ്റീവ് ഷെയ്ഡ്. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എങ്ങനെങ്കിലും പിടിക്കുക, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യിപ്പിക്കുക, സോഷ്യൽ മീഡിയ നിലനിൽക്കുക. പക്ഷെ ഉള്ളൊരു കാര്യം പറയാമല്ലോ, രേണു സുധീർ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. അതിപ്പോൾ രേണു എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ആൾക്കാരുള്ളതുകൊണ്ട് രേണു സുധിക്ക് അങ്ങനെയും വലിയൊരു കുഴപ്പമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഈ രേണു സുധി കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് ഇമാതിരി മെഴുകുകൾ ഈ പറയുന്ന ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നല്ല രീതിയിലുള്ള കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ എന്തെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, നോട്ട് ബോഡി, അതായത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അംഗീകരിക്കാത്ത ജനങ്ങളും ഇനിയൊന്നും മിണ്ടാതിരിക്കും. അതായത് കുറ്റം പറയുന്നവരും ചിലപ്പോൾ മിണ്ടാതിരിക്കും. ആ പെണ്ണ് ഇച്ചിരി ഒതുങ്ങി എന്ന് പറഞ്ഞെങ്കിലും അവസാനിപ്പിച്ചതങ്ങ് വിട്ടേക്കും.